സുപ്രഭാതം. നല്ല നല്ല വാർത്തകൾ കേട്ടുകൊണ്ടാണ് പ്രഭാതം പൊട്ടിവിടരുന്നത്. നമ്മുടെ സിവിലിയൻസിന് കാഷ്വാലിറ്റികളൊന്നും ഇല്ല എന്നാണ് വാർത്തകളിൽ പറയുന്നത്. മറിച്ച് അപ്പുറത്തെ മപ്പിന് കൊടുത്തിട്ടുണ്ട്. അത് ആർമിയുടെ വഴിക്ക് അവരുടെ ജോലി അങ്ങ് ചെയ്തോളും. നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ റിപ്പോർട്ടർ ടി വിയുടെ ഇവിടെ ഒരു കുറച്ച് ആവേശം, കുറച്ച് പൊടിക്ക് കുറേ കേട്ടോ. ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരാണ് മരിക്കുന്നത്, പാകിസ്ഥാനിലാണെങ്കിൽ പോലും. ഇത് മറ്റേ ആലപ്പുഴ വള്ളംകളിയല്ല, ഇത് നെഹ്റു ട്രോഫി വള്ളംകളിയല്ലേ. ഒരു പൊടിക്കൊന്ന് അടങ്ങിയ കൊള്ളായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ സിനിമ സർക്കിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് താമർ, എഴുതിയിരിക്കുന്നത് പുള്ളി തന്നെ. താമറിൻ്റെ മുമ്പത്തെ പടം 1001 നുണകൾ, എനിക്ക് തോന്നുന്നു സോണി ലിവിലാണെന്ന് തോന്നുന്നു. ഡയറക്റ്റ് OTT ആയിട്ട് വന്നതാണ്. നല്ല കിടിലൻ സ്ക്രിപ്റ്റുള്ള നല്ല ഒരു അടിപൊളി പടം, നല്ല എൻഗേജിങ് ആയിട്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ പുള്ളി ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല ആസിഫിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. 1 by 1 നല്ല നല്ല സിനിമകൾ, പല വൈവിധ്യമാർന്ന സിനിമകളൊക്കെയാണ് ആസിഫ് അലി തന്നതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പടത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഞെട്ടിച്ച് കളഞ്ഞത് മറ്റേ ഒരു ചെറുക്കുണ്ട്. ഇതിൽ പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ കണ്ടവർക്കറിയാം. അവൻ്റെ പേര് ഓർഹാൻ എന്ന് തന്നെയുടെ ഓർഹാൻ. അവനെ കാണാൻ എൻ്റെ മൂത്തതിനെ പോലെ ഉണ്ട്. ഞാൻ ഫോട്ടോ വെച്ച് തരാം, ഡിക്റ്റോ. ഇവനെ കാണുമ്പോഴേക്കും എനിക്ക് അവളെയാണ് ഓർമ്മ വന്നത്. ഈ ചെറുക്കൻ ഒരു നാഷണൽ അവാർഡ് ഡിസേർവിങ് ആണ്. കാരണം ഇവിടെ ഒരു ADHD ഉള്ള ഒരു കുട്ടി, അത് ഒരു മീറ്റർ അപ്പുറത്ത് പോയാൽ അത് കുളമാവും. അത് ഓവർ ആക്ട് ചെയ്യണമായിരിക്കും. അവിടെ ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യത്തില്ല. അവന്മാർ അഭിനയിക്കുന്നതാണ്. കൊച്ചുകുട്ടികളല്ലടാ, കൊച്ചുകുട്ടികൾ വരുമ്പം അത് അഭിനയിക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ ചെറുക്ക് എന്ത് രസമായിട്ടാണ് ക്യാരക്ടർ ചെയ്തതെന്ന് അറിയാമോ. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എന്ത് അങ്ങനെ തന്നെയാണ് സംഭവം. അത് ഒരുപാട് കുടുംബങ്ങൾ പുറത്തൊരിടത്ത് പോകാൻ പറ്റത്തില്ല, സിനിമ കാണാൻ പോകാൻ പറ്റത്തില്ല. ആൾക്കാരുടെ മുമ്പിലൊക്കെ പോയി ഈ ചെറുക്കൻ ബിഹേവ് ചെയ്യണ കാണുമ്പം നാണം കെട്ട് ക്രിഞ്ചടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. വീട്ടു സാധനങ്ങളൊക്കെ റവന്യൂ ലോസ് എല്ലാം അടിച്ച് പൊട്ടിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ നിരന്തരം സംഭവിച്ച് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും മനസ്സ് മടുത്തു പോകുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട്. ഇവർ രണ്ടും ജോലിക്ക് പോയാണ്, കൊച്ചിനെ കെയർ ചെയ്യാൻ സമയമില്ലാത്തത് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവൻ കാരണം ഇത് മനസ്സുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും എന്തൊരു ശല്യമാണിത് എന്നുള്ള ഒരു തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആങ്കൊച്ചാണെങ്കിലും ശരി പെങ്കൊച്ചാണെങ്കിലും ശരി, ഇതിനെടുത്ത് അടിക്കുക, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, പറഞ്ഞാലും കേൾക്കത്തില്ല. വാശി കാണിക്കുമ്പം അടിച്ച് പറ്റിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു കൂട്ടം ഇപ്പം കുറച്ച് കാലമായിട്ട് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ക്ലിയറായിട്ട് നീറ്റായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ തുടക്ക ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ ഇവൻ്റെ ക്യാരക്ടർ ദീപക് പറമ്പോളിൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ദിവ്യപ്രഭ ആണ് അമ്മ. തുടക്കമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമോഷണൽ സീൻ വരുമ്പോഴേക്കും ഇത് എഴുതി വെച്ചിട്ട് വായിക്കുകയാണ്. ആ ഒരു ഓർഗാനിക്കായിട്ട് അത് ഫീൽ ചെയ്യണ്ട പെർഫോമൻസ് ഒരു കല്ലടിയായിട്ട് എനിക്ക് തോന്നി. ഇമോഷണലായിട്ട് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട സമയങ്ങളിലൊന്നും അത്ര ഒരു നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ പോവുകയാണ്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. നല്ല എൻഗേജിങ് ആണ് സിനിമ, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. ഒരു സൈഡിൽ ആസിഫ് അലി എന്ന് പറയുമ്പം കുറച്ച് ദിവസമായിട്ടൊക്കെ ഒരു റൂഡായിട്ടുള്ള ആസിഫ് അലിയാണ്, പോലീസ്, അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ ഇത് നമ്മളെ പഴയ ആസിഫ് അലി ഉണ്ടല്ലോ, അവിടെ നിഷ്കളങ്കത, നിസ്സഹായാവസ്ഥ മുഖത്തിങ്ങനെ നേടിച്ചിട്ട് ആസിഫ് അലി, അവൻ്റെ കണ്ണ് നിറയുമ്പോൾ തന്നെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകണം. അങ്ങനത്തെ ഒരു ആസിഫ് അലിയെ പലയിടത്തും കാണാൻ പറ്റും. ഒരുപാട് അഭിനയം കൂട്ടുന്നുണ്ട്. ഞാൻ ആസിഫ് അലിയെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഈ സമയം പോടാൻ അറിയില്ല. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസാണ് ആസിഫ് അലി. ഗൾഫിൽ വന്ന് പെടുന്നു, അവിടെ ജോലി ചെയ്യാൻ പറ്റാതെ പട്ടിണി കിടക്കുക. ഒരുപാട് പ്രവാസികളൊക്കെ കടന്നു പോയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും അത്. അവർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗംഭീരമായിട്ട് ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ കൂടെ ഗൾഫിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ അഭിനയമൊക്കെ നല്ല നാച്ചുറലായിട്ട് ഫീൽ ചെയ്ത്. ചുമ്മാ അഭിനയിക്കാറുണ്ടാത്ത കുറേ പേര് എടുത്തിട്ട് ഞാൻ തോന്നിയില്ല. പിന്നെ എവിടെ പോയാലും ഏത് കടയിൽ പോയാലും മലയാളികൾ, എന്താണ് ഗൾഫിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈ പേരിന് കുറച്ച് അറബികളെ കാണിക്കുന്നതല്ലാതെ ഒരു ഹിന്ദിക്കാരനെ കണ്ടുണ്ട്. ബാക്കിയെല്ലാം എവിടെ പോയാലും, ചായ കുടിക്കാൻ പോയാലും തുണി വാങ്ങിക്കാൻ പോയാലും എല്ലാം മലയാളികൾ. അത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. നീ ഗൾഫിൽ ഞാൻ പോയിട്ടില്ല, ഇനി അവിടെ അങ്ങനെയാണോ സെറ്റപ്പ് എന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ക്യാരക്ടർ ഇങ്ങനെ പാരലലി കാണിച്ച് പോവുകയാണ്, ഇവരുടെ പ്രശ്നങ്ങളും സിറ്റുവേഷൻസുകൾ. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇവർ ഒരുമിക്കുകയാണ്, ഈ ചെറുക്കനും ആസിഫും. അപ്പോൾ രണ്ടുപേരും ആരുമില്ലാത്ത ആൾക്കാരായിട്ടാണ് ഉള്ള രീതിയിലാണ് അതിനെ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അവരൊരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് സിനിമയിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി ആകാശം നോക്കി കഥ പറയുന്നത്, സിനിമ കാണിച്ചു കൊടുക്കുന്നത്, ഇങ്ങനെ കുറേ കിട്ടുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഈ കുറേ സീൻ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊക്കെ പോയി. പക്ഷേ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നി. കാരണം ഈ ചെറുക്കൻ്റെ ക്യാരക്ടർ
ഈ ചെറുക്കൻ്റെ ക്യാരക്ടർ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട ചെറുക്കനല്ല സെക്കൻഡ് ഹാഫിൽ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടങ്ങി നിൽക്കുന്ന ചെറുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ക്യാരക്ടർ. പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർക്കൊരു ഒരു 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 മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്, അതിലേക്ക് എത്തുകയാണ്. നമുക്ക് ഏറെക്കുറെ നമ്മളെ മറ്റേ ADHD അല്ലെങ്കിൽ പോലും പൂക്കാല മരമായ ഉണ്ടല്ലോ മറ്റേ സിനിമ, ആ സിനിമയിലുള്ള ഒരു സാധനമില്ല, അതുപോലത്തെ ഒരു സംഭവമാണ് പിടിക്കും. പക്ഷേ ഇത് ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്തില്ല, പലതും ഫോഴ്സ്ഡായിട്ട് പോയതുപോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ ചെറുക്കൻ്റെ ഒരു ക്യാരക്ടർ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു ആസിഫ് അലിയുടെ കൂടെ പോകുമ്പോൾ, സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഉള്ളത്. മാത്രമല്ല ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിലും മാത്രമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷേ നമുക്കിത് അത്ര പ്രശ്നമായിട്ട് തോന്നത്തില്ല, കാരണം സ്ക്രിപ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ 1-2 കിട്ടുന്ന സീനുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല യുവന്മാരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, പിന്നെ ഗോവിന്ദ് വസന്ത കൊടുത്തിരിക്കുന്ന സ്കോർ, ഇത് മൂന്നും ആകുമ്പോഴേക്കും നമ്മൾ ഇമോഷണലി ഹുക്കാവുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നല്ല ഫ്ലോയിൽ കണ്ടു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അല്ലാതെ നമ്മൾ എടുത്തു വെച്ച് ഈ ഒരു ഘടകങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വെച്ച് നോക്കുമ്പം ഒരു കെട്ടൽ അവിടെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തതുപോലെ. മാത്രമല്ല അവസാനമൊക്കെ ഇവരിങ്ങനെ ആയിരിക്കുമോ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമോ, അതൊന്നും ഒട്ടും കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയില്ല. എന്നതൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ഒരു സിനിമ അനുഭവമായിരുന്നു. ഒരുപാട് ഫീൽ ചെയ്ത്, ഒരുപാട് മനസ്സ് നിറഞ്ഞ് കണ്ട മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് കാണാൻ പറ്റും. എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപാണ്. അതുപോലെ തന്നെ സിനിമയുടെ DOPയും വളരെ മികച്ചത് തന്നെയാണ്. DOP IS എന്താ. പിന്നെ രമ്യ സുരേഷ് ഒരു ചെറിയ റോൾ ചെയ്തു പോയിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു തെളിച്ചം തോന്നി, അത് കളർഫുൾ ആയതുപോലെ തോന്നി. കാരണം ബാക്കിയെല്ലാം നമ്മൾ ഈ ശോകമൂഖമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ലേ അവരെ കണ്ടിട്ടുള്ളത്, മറ്റേ ഇരുട്ടും പിടിച്ച് കുരുടും പിടിച്ചിറക്കുന്ന സ്ഥലത്തല്ലേ കണ്ടിട്ടുള്ളത്. ഇത് കുറച്ച് വെളിച്ചമുള്ളിടത്ത് കണ്ടതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ചിരിച്ചൊക്കെ കണ്ട് ആളെ. പിന്നെ അലക്സാണ്ടർ പ്രസാദ് ഉണ്ട്, പിന്നെ സ്വാതിദാസ് പ്രഭു, അവനുമായിട്ടുള്ള ഒരു സീന് അത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടച്ചിങ് ആയിരുന്നു. ആസിഫ് അലിയുടെ ഡയലോഗുണ്ട്. സിൻഷു ഷാനുണ്ട്, പ്രവീൺ റാം, ഇവരൊക്കെ തന്നെയാണ് ബാക്കി റോളുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലിയായിട്ട് കാണാതെ ഫാമിലിയായിട്ട് ഹുക്ക് ചെയ്യുന്ന കുറേ സീനുകൾ, എലമെൻറ്റ്സ് ഉണ്ട്, പെർഫോമൻസുകളുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ക്രിപ്റ്റിൽ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പടം സർക്കിട്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.